ഹായ് ഹലോ നമസ്കാരം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു വീഡിയോ കണ്ടതുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ആഹ്വാനം ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോ പോസ്റ്റ് ചെയ്ത യുവാവിനെ കൊല്ലം ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏരൂർ ഇലവറാങ്കുഴി മാവിളയിൽ രാജേഷിനെയാണ് സൈബർ സെൽ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മല്ലു ബോയ്സ് 88 എന്ന ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനലുകൾ വഴിയാണ് ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും തട്ടിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം സൈബർ സെൽ ഇത് കണ്ടെത്തുകയും തുടർന്ന് കൊട്ടാരക്കര സൈബർ സെല്ലിന് കൈമാറുകയുമായിരുന്നു. കൊട്ടാരക്കര സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഏരൂർ പോലീസ് രാജേഷിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് രാജേഷ്. ഇവിടെ ഏരൂരുള്ള ഒരാളാണ്. ഇദ്ദേഹത്തെ ഓൾറെഡി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ പൊന്നു ബ്രോ, ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയുവാണ്, ഇതുപോലുള്ള നാഗത്തരങ്ങൾ കാണിക്കരുത്. ഒരു ആപത്ത് വരുമ്പോൾ അവനവൻ്റെ രാഷ്ട്രീയം ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആദർശപരമായിട്ടോ ആദർശം മുറ്റിയിട്ടോ ഈ വൃത്തികേട് കാണിക്കുന്ന ഈ സമയത്താവരുത്. കേരളം ഒരു ദുരിതത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെ പെട്ടെന്ന് ഒരു എമൗണ്ട് അല്ലെങ്കിൽ പൈസ എത്തിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു സോഴ്സ് വഴി മാത്രമാണ്. അല്ലാതെ ഈ പറയുന്ന വഴിപ്പിരിവും നിങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേകതര പിരിവും ഇതൊന്നും അവിടെ എത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. കാര്യം ഇത് ഈ വഴിച്ചെലവ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പണം കൈച്ചെലവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പൈസ തിരിമറിയൊക്കെ നടത്തും. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് കൃത്യമായി വെരിഫൈ ചെയ്യുന്ന എന്താ പറയുന്നത് ഒബ്സർവേഷനിലുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതിനകത്തല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എവിടെയാണ് വിശ്വസിച്ച് പൈസ ഇടുക? നിങ്ങളുടെയൊക്കെ പൈസ ഇതിൽ തരുമോ? പിരിവ് എടുക്കുമ്പോഴോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള പരിപാടി കാണിക്കരുത്. ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഞാനിവിടെ വെക്കാം. ഇതുപോലുള്ള പരിപാടി കാണിക്കരുത്. ഈ ഒരു സമയം ഇത് കരുതലോടെ കാര്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഇവിടെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ടൊരു കാര്യമില്ല. മനുഷ്യരാണ്. മനുഷ്യർക്ക് എന്താ പറയുന്നത്, അതുപോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾ അവരെ അടിമകളാക്കരുത്. ഓക്കെ. എത്രയോ കുട്ടികൾ തൻ്റെ സൈക്കിള് വാങ്ങാനുള്ള പൈസയും അല്ലെങ്കിൽ എന്താ പറയുന്നത് പല കാര്യങ്ങൾക്കും വെച്ചിരിക്കുന്ന പൈസകൾ വരെ അവർ എമൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വരുന്ന പൈസ മുടക്കാൻ വരുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഏത് സർക്കാരായിക്കോട്ടെ, രാഷ്ട്രീയം മാറ്റിവെക്കൂ. ദുരിതത്തെ നമ്മൾ ദുരിതപരമായിട്ട് ആ ദുരിതത്തിൻ്റേതായ രീതിയിൽ നമ്മൾ ഇതാവണം. ഇവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, കാഴ്ചപ്പാടില്ല. ഓക്കെ, ഞാനിത് കോൺഗ്രസ്സുകാർക്കെതിരെ ഇടുന്നതല്ല. പക്ഷേ ഇദ്ദേഹം ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ ഒരു കോൺഗ്രസ്സുകാരനെ ന്യായീകരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.